ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LP-UP എക്സാമിന് PSC മലയാളത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ആൻസറുമാണ്. അപ്പോൾ LP-UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുക. ഇതെല്ലാം തന്നെ PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. OV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയമാണ്. അപ്പോൾ OV വിജയൻ്റെ ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥ, അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. OV വിജയൻ ചെങ്ങന്നൂർ വണ്ടി, അതൊരു ചെറുകഥയാണ്. അതിൻ്റെ പ്രമേയമാണ്. അതിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വഹിനി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്തൃജന്മം ക്ഷണഭംഗുരം. ഈ വരികളിലൂടെ കവി വെളിവാക്കുന്ന ആശയം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, മനുഷ്യജീവിതം നശ്വരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ബാല്യകാലസഖി. സ്വർഗദൂതൻ, മഞ്ഞ്, അരനാഴിക നേരം ഇവയൊക്കെ ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ പെടുന്നതാണ്. MD വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏതു വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ MD വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏതു വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, ബാലസാഹിത്യം. വേൽ പ്ലസ് തു ഈസിക്കൽ ടു വേ ടു, ഇതേതു സന്ധി വിഭാഗത്തിൽ പെടുന്നു? വേൽ പ്ലസ് തു ഈസിക്കൽ ടു വേ ടു, ഇത് ഏതു സന്ധി വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ആദേശ സന്ധി. മുൻ വിനയച്ചത്തിന് ഉദാഹരണമേതാണ്? ഉത്തരം ഓപ്ഷൻ സി, പറഞ്ഞുപോയി. ആശയാവതരണ രീതിയുടെ ക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വാക്യസമൂഹം, വാക്യം, പദം, അക്ഷരം. എങ്ങനെയാണ്? വാക്യസമൂഹം, വാക്യം, പദം, അക്ഷരം എന്നതാണ് ആശയാവതരണ രീതിയുടെ ക്രമം. ശരിയായ പദം. ശരിയായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആതിഥേയൻ. രചനാന്തരണ പ്രചനക വ്യാകരണം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? എന്താണ്? രചനാന്തരണ പ്രചനക വ്യാകരണം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, നോം ചോംസ്കി. ഭാഷയുടെ സ്വനവ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യയം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി, സ്വനിമം. ഭാഷയുടെ സ്വനവ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യയം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകത്തിൻ്റെ പേരാണ് സ്വനിമം. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിനോടെതിർപ്പു നിൽപ്പു, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ? ഉത്തരം ഓപ്ഷൻ ബി, ചന്ദ്രിക. കാക്കനാടൻ എന്നത് ആരുടെ തൂലികാ നാമമാണ്? ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ജോർജ് വർഗീസ്. VV അയ്യപ്പൻ്റെ തൂലികാ നാമമാണ് കോവിലൻ. ചെറിയാൻ മാപ്പിള എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. P സച്ചിദാനന്ദൻ്റെ തൂലികാ നാമമാണ് ആനന്ദ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ നൽകിയിരിക്കുന്നവയിൽ മാധ്യമപുരുഷന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ, നിന്റെ. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഹൃദയരാഗങ്ങൾ. എൻ്റെ കഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടിയുടെ. കർമ്മഗതി എന്ന് പറയുന്നത് MK സാനുവിൻ്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ ലോകത്തിൽ എന്നത് P കേശവദേവിൻ്റെ ആത്മകഥയാണ്. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം. കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം. ഉത്തരം ഓപ്ഷൻ ഡി, ലോചം. ലോഭം എന്ന് വെച്ചാൽ പിശുക്ക് അഥവാ അത്യാഗ്രഹം എന്നീ അർത്ഥങ്ങളാണ് ലോഭത്തിന് വരുന്നത്. ലോചനം, അക്ഷി എന്നിവയൊക്കെ കണ്ണിൻ്റെ പര്യായപദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഇതിലേതാണ് തെറ്റായത്? വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അല്ലേ? ഉത്തരം ഓപ്ഷൻ എ, എല്ലാ മാസം തോറും. അതാണ് തെറ്റ്. എല്ലാ മാസം തോറും എന്ന് ഒരിക്കലും പറയില്ല. ഒന്നെങ്കിൽ മാസം തോറും അല്ലെങ്കിൽ എല്ലാ മാസവും, ഇങ്ങനെയാണ് പറയുന്നത്. നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ക്രീഡാരീതി.
ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാഫുകൾ. പ്രഭാഷണങ്ങൾ, അഭിമുഖം, സെമിനാറുകൾ എന്നിവയൊക്കെ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? ഉത്തരം ഓപ്ഷൻ എ നിരന്തര വിലയിരുത്തൽ. വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിനു പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം. വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിനു പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം. ഉത്തരം ഓപ്ഷൻ സി ഉദ്ഗ്രഥിത സമീപനം. താഴെ തന്നിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കേമത്തം. വിരഹത്തിനല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. വരികൾ ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. ഉത്തരം ഓപ്ഷൻ ഡി തോറ്റംപാട്ട്. വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ? ഉത്തരം ഓപ്ഷൻ സി കടൽ തീരത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, അതായത് നിർമാല്യം എം ടി വാസുദേവൻ നായർ, ചെമ്മീൻ തകഴി കാഞ്ചനസീത സി എൻ ശ്രീകണ്ഠൻ നായർ, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും സക്കറിയ. ഒന്നുകൂടെ നോക്കാം. നിർമാല്യം എം ടി വാസുദേവൻ നായർ, ചെമ്മീൻ തകഴി ശിവശങ്കരപിള്ള, കാഞ്ചനസീത സി എൻ ശ്രീകണ്ഠൻ നായർ, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും സക്കറിയ. പ്രകൃതിവിലാസം എന്നത് ഘടകപദങ്ങളാക്കുമ്പോൾ കിട്ടുന്നത് ഉത്തരം ഓപ്ഷൻ ബി പ്രകൃതിയുടെ വിലാസം. ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു. ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ക്ലാസ്സിനു ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അധ്യാപക കേന്ദ്രീകൃതം. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി നോം ചോസ്കി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റായിട്ട് തന്നെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്